ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ, ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പുതിയ ഒരു ജ്ഞാനാംബിക ശാസ്ത്രജ്ഞയാണ്. ആ ശാസ്ത്രജ്ഞ നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നു എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചേച്ചി. നമ്മൾ ആകാശത്ത് കാണുന്ന അതിനെ ചന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ അഹമ്മദ് കുഞ്ഞെന്നോ മുഹമ്മദ് കുഞ്ഞെന്നോ വിളിക്കുന്നില്ല. പിന്നെ മറ്റൊന്ന് സൂര്യനാണ്. സൂര്യനും അതുപോലെ തന്നെയാണ്. സൂര്യൻ ഈ പറഞ്ഞതുപോലെ പിന്നെ സൂര്യകുമാർ എന്നൊക്കെ പറഞ്ഞെനിക്ക് സുഹൃത്തുക്കളുണ്ട്. സൂര്യൻ എന്നും പറഞ്ഞ് തന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതും ഹിന്ദു പേരുകളിലാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ബുധൻ, ശുക്രൻ, ശനി, ഇതൊന്നും അഹമ്മദ് കുഞ്ഞ്, ജലാല്, സുക്കീർ, സക്കീർ, കുക്കീർ എന്നും പറഞ്ഞൊന്നും അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം അങ്ങനെയാണെന്നാണ് ചേച്ചിയുടെ ഒരു വാദം. ഏതായാലും അതിൽ അൻസാരി സുഹരി വളരെ കൃത്യമായി അറബിക്കടൽ അങ്ങ് തൂക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ ഈ നദികളെല്ലാം ഒഴുകി അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ അറബിക്കടലിലേക്കാണ്, അറേബ്യൻ സീയിലേക്കാണ്. അതിൻ്റെ പേര് പരശുരാമ കടലിനോ അല്ലെങ്കിൽ ശ്രീരാമ കടലിനോ ഹനുമാൻ കടലിനോ ഒന്നും അല്ലാത്തതുകൊണ്ട് അതെല്ലാം വന്ന് ഒരുതരം സവിശേഷമായ ജിഹാദിലൂടെ ഈ ഗംഗയും യമുനയും എല്ലാം അറബിയുടെ മാറിടത്തിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരുകയാണ് എന്ന് അൻസാരി സൂരി ഉസ്താദ് പറഞ്ഞു. ഞാൻ ഈ വാദം മുൻനിർത്തി ഇതിലെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ചേച്ചി പറഞ്ഞത് പ്രകാരം എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി ഇതിനൊരു പരിഹാരം കാണാം എന്ന് വിചാരിച്ച് പോയി. എൻ്റെ പേര് അനിൽ എന്നായതുകൊണ്ട് സ്വാഭാവികമായി ചേച്ചി, ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സപ്തനദികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആവേശം കൊണ്ടുപോയതാണ്. വില്ലേജ് ഓഫീസിൽ പോയി തിരക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ കാണാം അവിടെ ഉള്ളവരെല്ലാം പറയുന്നു ഈ ആപ്പീസ് എന്ന് പറയുന്ന വാക്ക് അറബിയിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്നു. പിന്നെ മുൻസിഫും താലൂക്കും അദാലത്തും വക്കാലത്തും എല്ലാം അറബി വാക്കുകളായതുകൊണ്ട് ഇവിടങ്ങളിലൊന്നും നമുക്ക് യാതൊരു വിലയും നീതിയും കിട്ടുന്നില്ല എന്നതാണ് ചേച്ചി പറഞ്ഞതുപോലെ സത്യം. കാരണം അതെല്ലാം അറബികൾ കയ്യാളി വെച്ചിരിക്കുകയാണ്. വക്കാലത്തെല്ലാം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ പറയുന്ന സഭ മുഴുവൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഉപയോഗിക്കുന്ന ഖജനാവ്, ഈ ഖജനാവ് എന്ന് പറയുന്നത് ഇപ്പോഴും ഹിന്ദുക്കളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതും മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ഖസാന എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് ഖജനാവ്, പണം സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടായതെന്നാണ് ഈ വാക്കുകൾ ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ജില്ല, ബാക്കി, ജാമ്യം, തീയതി ഇതെല്ലാം കാക്കമാർ കൊണ്ടുപോയിരിക്കുന്ന സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഈ ഭരണകൂട സംവിധാനങ്ങളെല്ലാം, അതിൽ ഈ റവന്യൂ വകുപ്പ് ഏതാണ്ട് പൂർണ്ണമായും മുസ്ലിങ്ങളുടെ കയ്യിലാണുള്ളത്. ഈ നദികളും ബാക്കിയുള്ള സംഗതികളും എല്ലാം റവന്യൂ ഡോക്യുമെൻസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്ര നാൾ ഈ ഗംഗയും യമുനയും ബ്രഹ്മപുത്രയും ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ നദികളെല്ലാം ഈ പേരിൽ തുടരും എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം അവളുമാരൊഴുകുന്ന ആ മണ്ണും അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ഈ പറഞ്ഞതുപോലെ വില്ലേജും തഹസിൽദാരും ഖജനാവും ജാമ്യവും അദാലത്തും ഒക്കെ കൊണ്ടുപോയിരിക്കുന്നൊരു സ്ഥിതിയിലാണ്. അതെല്ലാമാകട്ടെ വളരെ കടുത്ത ജിഹാദികളുടെ കയ്യിലുമാണ്. അതുകൂടാതാണ് നമ്മുടെ സുഹരി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ അറബിക്കടൽ ഇതിനെ മൊത്തവും കൂടെ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി അതിനെക്കുറിച്ച് കൂടി പഠിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വില്ലേജിന് വേറെന്തെങ്കിലും ഒരു പേര് കണ്ടെത്താനും അതുപോലെ തന്നെ ഈ അദാലത്തിനും ഖജനാവിനും ഒക്കെ മറ്റൊരു പേര് കണ്ടെത്തി നമുക്കിവരെ എല്ലാം കർവാപ്പസി നടത്തി ഇതിനെല്ലാം പകരം ഓരോ പേരുകൾ കണ്ടെത്തണം. അദാലത്തിനും അതുപോലെ തന്നെ ഒരു വാക്ക് കണ്ടെത്തേണ്ടത് നിർബന്ധമായും ഹിന്ദു പേരുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഈ നദികളുടെയൊക്കെ പേരുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഈ പേരായി മാറുന്നത്. ഉത്ഭവസ്ഥാനത്തുനിന്ന്
വേറൊരു രാജ്യങ്ങളിലൂടെ ഒഴുകുമ്പോൾ, പാകിസ്ഥാനിലൂടെയൊക്കെ ഒഴുകി വരുമ്പോൾ അവർ വേറെ പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. അതേതെങ്കിലും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉന്നയിച്ച് ഇതിനെ സമ്പൂർണ്ണമായി ഒരു ഹിന്ദു പേരാക്കി മാറ്റാൻ അങ്ങനെ ഇപ്പോൾ കോയാമാർക്ക് നമ്മുടെ നദികളൊന്നും വിട്ടുകൊടുക്കരുത്. അതിനുവേണ്ടി അക്ക രംഗത്തിറങ്ങണമെന്നും അക്കയ്ക്ക് അതിന് കഴിവും പ്രാപ്തിയും ഉണ്ടെന്നും. കാരണം ഇങ്ങനെയുള്ള ചിന്ത സാധാരണപ്പെട്ടവർക്ക് ആർക്കും തോന്നുന്നതല്ല. ഇപ്പോൾ ഒരു ശരാശരി സ്ത്രീകൾക്ക് തോന്നുന്ന ഒരു ചിന്തയല്ല ചേച്ചിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി ഒരു എന്താ പറയുന്നത്, ജ്ഞാനോദയമെന്നോ ബോധോദയമെന്നോ ഭൂതോദയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരു ഉറവ പൊട്ടി വന്നിരിക്കുകയാണ്. ആ ഉറവയെ ദയവായി അടയ്ക്കരുത്, അത് തുറന്നു വെക്കണം. അതിലൂടെ അനർഗളമായി ഈ പുതിയ കണ്ടെത്തലുകളും അറിവുകളുമൊക്കെ നിർഗളിക്കട്ടെ.